നമസ്കാരം. എൻ്റെ പേര് റോഷൻ. കുറച്ചധികം നാളുകളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പം അതിൻ്റേതായ പോരായ്മകൾ ഈ വീഡിയോയ്ക്ക് ഉണ്ടാവും. പതിവ് പോലെയല്ല. ഇപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോ എന്തിനെ പറ്റിയാണെന്ന്. എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരനുഭവം പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കണമെന്നുണ്ട് ഇതിൻ്റെ പേരിൽ. ഇത് ചെയ്യാൻ പോകുന്നവർക്കും ചെയ്തവർക്കും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്കും ഇത് ഉപകാരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ഇന്നലെ സെപ്റ്റംബർ 19 എൻ്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. എറണാകുളത്താണ് ഇത് ചെയ്തത്. എറണാകുളത്ത് ലാഡൻസിറ്റി എന്ന് പറയുന്ന ക്ലിനിക്കിലാണ് അവരിത് ചെയ്തു തന്നത്. കുറച്ചധികം വർഷങ്ങളായിട്ട്, ഏതാണ്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 16-17 വയസ്സായപ്പോൾ തുടങ്ങി എൻ്റെ മുടി കൊഴിച്ചിൽ വളരെ കൂടിയായിരുന്നു. അപ്പോൾ തന്നെ ആ ഒരു സമയത്ത് തന്നെ ഈ ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടും അറിഞ്ഞും അങ്ങനെയാണ് പല സിനിമാ നടന്മാരും മറ്റ് സെലിബ്രിറ്റികളൊക്കെ ഇത് ചെയ്യാറുണ്ട് എന്നുള്ള വാർത്തകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഇത് ചെയ്യണം എന്നൊരാഗ്രഹം ശക്തിയായിട്ട് മനസ്സിലുണ്ടായിരുന്നു ഈ ഇത്രയും വർഷങ്ങളായിട്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിലും മറ്റും ഇതിനെപ്പറ്റി ഉള്ള ഒരുപാട് ക്ലിനിക്കുകളുടെയും ഡോക്ടർമാരുടെയും പേജും മറ്റു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഒരു ഹെയർ ഓഡൻ്റ് എന്ന് പറഞ്ഞ കൊച്ചിയും കോഴിക്കോടൊക്കെ ഉള്ള ഒരു സ്ഥാപനമുണ്ട്. അത്യാവശ്യം നല്ല പേരുമായിട്ടൊരു സ്ഥാപനമാണ്. അതിൽ ഡോക്ടർ ഇങ്ങനെ ഇടയ്ക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഒരു ചെറിയൊരു സജഷൻ പോലെ പറയുന്നുണ്ട്. പലരും പെട്ടെന്ന് തന്നെ കഷണ്ടി ആയി തുടങ്ങുമ്പോൾ തന്നെ വന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ മിനിമം ഒരു 10-30 വയസ്സിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം കൊഴിയാനുള്ള മുടികളൊക്കെ എങ്ങനെയായാലും ചിലപ്പോൾ കൊഴിഞ്ഞു പോകും. അപ്പോൾ 30 വയസ്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം മുടിയൊക്കെ കുറച്ച് അല്ലെങ്കിൽ അത്രയെങ്കിലും കൊഴിഞ്ഞതിന് ശേഷം ബാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷവും നമ്മുടെ ഉള്ളു കുറയാതിരിക്കാനുള്ളൊരു ഒരു വഴിയാണത്. അല്ലെങ്കിൽ പിന്നെയും അതിൻ്റെ ഇടയിൽ മുടി ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഇത് കേട്ടതിന് ശേഷം ഞാൻ ഓക്കെ 30 വയസ്സിന് ശേഷം ചെയ്യാം എന്നൊരു ധാരണയിലെത്തുമായിരുന്നു. അപ്പോൾ ഈ വർഷം എനിക്ക് 30 വയസ്സായി. ഞാനതുകൊണ്ട് ചാടിക്കറി ചെയ്തല്ല, പക്ഷേ കുറേ നാളായിട്ട് ചെയ്യണമെന്നുണ്ടല്ലോ, ഇനിയും വൈകണ്ട എന്ന് കരുതിയിട്ട് ഈ വർഷം തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പുറത്താണ്, UK അപ്പോൾ കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ ലാഡൻസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടത്. ഒരുപാട് സ്ഥലങ്ങൾ കൺസിഡറേഷനിലുണ്ടായിരുന്നു. ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ, ഈ പറഞ്ഞ ഹെയർ ഓഡൻ്റ്, ലാഡൻസിറ്റി, നല്ല ചില്ലറ ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ എറണാകുളത്ത് തന്നെയുണ്ട്. ഇതിപ്പോൾ കുറേ പോപ്പുലറായി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തും ഇവിടെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആൾക്ക് ഇതിനെപ്പറ്റി നല്ല അഭിപ്രായമായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ല അഭിപ്രായം വന്നു. ഇതിപ്പോൾ മറ്റ് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ, നല്ല ഡോക്ടേഴ്സും മറ്റ് ടെക്നീഷ്യന്മാരൊക്കെ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം ജെന്യുവനായിട്ടുള്ള സ്ഥലത്ത് തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടാവും. അപ്പോൾ ഈ കുറച്ച് നാൾ മുമ്പ് ഒരാളുടെ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ വന്നത് പറ്റിയപ്പോൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ നോക്കിയിട്ട് ചെയ്താൽ മതി എന്നൊരു ഇതുണ്ടായിരുന്നു. എനിക്കിപ്പോൾ 2ാമത്തെ ദിവസം ആയിട്ടുള്ളൂ. എനിക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളത് അടുത്ത തുടർ ദിവസങ്ങളിലേ മനസ്സിലാവുള്ളൂ. പക്ഷേ അവരുടെ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് പോരായ്മകൾ നമ്മൾ പുറത്തുനിന്ന് ഉള്ള ഹോസ്പിറ്റലിലവിടെ പോയിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് തോന്നും. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ പറയാൻ വന്നത്, സെപ്റ്റംബർ 19 എൻ്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അപ്പോൾ അതിന് 10 ദിവസം മുൻപായിട്ടെങ്കിലും നമ്മൾ നമ്മുടെ ഹെയറിന് കുറച്ച് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതുണ്ട്. അതായത് അവരെന്നോട് ആവശ്യപ്പെട്ടത് ഒരു കീറ്റോകോണസോൾ ഓർ കേറ്റോകോണസോൾ, അതിൻ്റെ ഉച്ചാരണം കറക്റ്റ് അറിയില്ല, 2% അടങ്ങിയ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു 10 ദിവസം ഉപയോഗിക്കാനുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു ആൻറ്റി ഫംഗൽ ക്യാപ്സ്യൂള്, ഇട്രാകോണസോൾ എന്നാണെന്ന് അതിൻ്റെ പേര്, അതും 10 ദിവസം ഓരോ ടാബ്ലറ്റ് വെച്ച് കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ചു. ഞാനതിൻ്റെ ഹെയർ വാഷ് 5 മിനിറ്റോളം ഈ ഷാമ്പു തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മളത് കഴുകിക്കളയേണ്ടത്. അപ്പോൾ സെപ്റ്റംബർ 1 തൊട്ട് 18-19 തീയതി വരെ ഞാനത് ചെയ്യാറുണ്ടായിരുന്നു. രാവിലെ 7:30 എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞിരുന്നത്, സെപ്റ്റംബർ 19 തീയതി. അപ്പോൾ 8 മണിക്ക് ഡോക്ടറായിട്ട് കൺസൾട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കുറച്ച് പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൊടുത്ത് 8 മണിക്ക് ഡോക്ടറായിട്ട് എൻ്റെ ആദ്യത്തെ, ഞാൻ ഇത്ര നാൾ ഫേസ് ടു ഫേസ് അല്ലായിരുന്നു, എല്ലാം വാട്സപ്പ് വഴിയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ ആദ്യമായിട്ടാണ് ഡോക്ടറെ നേരിട്ട് കണ്ടത്. എൻ്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തിരുന്നു, ഇതാണ് എൻ്റെ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വന്നവർ സജസ്റ്റ് ചെയ്തത് 2500-നും 3000-നും ഇടയിൽ എനിക്ക് ഗ്രാഫ്റ്റുകൾ വേണ്ടി വരും. നേരിട്ട് കണ്ട് ഒരു ചെക്കപ്പ് നടത്തിയാൽ എത്രത്തോളം വേണ്ടി വരുമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്നാണെന്ന് പറഞ്ഞത്, സ്വാഭാവികമായിട്ടും. അപ്പോൾ എനിക്ക് അന്നേ അവർ കുറച്ച് ഓഫറുകൾ പറഞ്ഞിരുന്നു, ഇതൊക്കെയാണ് അവിടെ നിലവിൽ ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റിങ് മെത്തേഡുകളെന്ന്. അപ്പോൾ FUE, റിയൽ ടൈം FUE, അങ്ങനെ കുറച്ചധികം രീതികളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് റിയൽ ടൈം FUE എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളിപ്പോൾ വഴിയിലും മറ്റ് പരസ്യങ്ങളിലും പലയിടത്തും കാണാം, 19 രൂപ തൊട്ട് അതിൽ 40, 45, 50 രൂപ വരെയുള്ള പല പല കാറ്റഗറിയിൽ നിലവാരത്തിലുള്ള ട്രാൻസ്പ്ലാന്റിങ് മെത്തേഡുകൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ തിരഞ്ഞെടുത്തത് റിയൽ ടൈം FUE എന്നുള്ള മെത്തേഡാണ്. അതിന് 35 രൂപ പെർ ഗ്രാഫ്റ്റാണ് ഇവർ ചാർജ് ആക്കുന്നത്. പിന്നെ ഡോക്ടറായിട്ട് എനിക്ക് 8 മണിക്കൊരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ പല തമിഴരും ഹിന്ദിക്കാരും മലയാളികളും ഉൾപ്പെടുന്ന ഒരു ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ടെക്നീഷ്യന്മാരും ഡോക്ടേഴ്സും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരിലൊരാളാണ് എനിക്ക് ഇതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നത്. ഇതിൻ്റെ എത്ര ഗ്രാഫ്റ്റ് എനിക്ക് വേണ്ടി വരും, എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, പിന്നെ അവിടെ വെച്ച് തന്നെ ഹെയർ ലൈൻ വരച്ചു, ഇതിൻ്റെ പ്രൈസ്, ചില ഓഫേഴ്സ് ഉണ്ട്. ഓഫേഴ്സ് നമ്മുടെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ് പറഞ്ഞത്. എന്തൊരു ഓണത്തിൻ്റെ ഇടയിലായതുകൊണ്ട് ഒരു ഓണം ഓഫർ 15% റിഡക്ഷൻ ഉണ്ടായിരുന്നു ഗ്രാഫ്റ്റിൻ്റെ പൈസയ്ക്ക് മാത്രം. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ ഞാൻ ചോദിച്ചു. എൻ്റെ പ്രധാനപ്പെട്ട സംശയം ഇതായിരുന്നു, നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു കംപ്ലീറ്റ് നാച്ചുറൽ ലുക്ക് കിട്ടില്ല. അത് നമ്മുടെ പണ്ട് ഉണ്ടായിരുന്ന ഹെയർ ലൈൻ പോലെ അതേപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഇത് എന്തൊക്കെ പറഞ്ഞാലും ഒരു കൃത്രിമത്വം ഉള്ളതാണല്ലോ, ഇത് ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ നിങ്ങളൊരിക്കലും നിങ്ങളുടെ പഴയ 18-16 വയസ്സിലുണ്ടായിരുന്ന മുടി താഴ്ച വളർന്നു നിന്ന ഒരു ലുക്ക് നിങ്ങളെപ്പോഴും പ്രതീക്ഷിക്കരുത്. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതിന് പ്രധാന കാരണം നമ്മുടെ ഹെയർ ലൈൻ തന്നെയാണ്. നമ്മുടെ ഹെയർ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സർക്കിൾ വരച്ച പോലെ ഇതേപോലെ ചെയ്തെടുത്താൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ലുക്ക് ഉണ്ടാവും. അതേസമയം നമ്മളൊരു ECG ഒക്കെ എടുക്കുമ്പോൾ കാണില്ലേ, ചെറിയൊരു 6 ആഗ് പോലെ, അതേപോലത്തെ ഒരു താഴെ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇറഗുലാരിറ്റി എന്നാ പറയുക, ഹെയർ ലൈൻ ഇറഗുലാരിറ്റി, അത് കൊടുത്താൽ നമുക്ക് മാക്സിമം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ രീതിയിൽ ചെയ്തതെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവരും അത് തന്നെയാണ് പറഞ്ഞത്, നമുക്ക് മാക്സിമം നാച്ചുറൽ ലുക്ക് ശ്രമിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഇതിനൊരു പരിമിതികളുണ്ട്. ഇതായിട്ട് ചെയ്യുന്നത് ഒരു സർജിക്കൽ പ്രൊസീജിയറാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചു. അവരിപ്പോൾ അതിനിടയിൽ എനിക്ക് ഒരു പുതിയ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞു തന്നിരുന്നു. അവരിപ്പോൾ സഫയർ നീഡിൽ വച്ചിട്ട് ഒരു ട്രാൻസ്പ്ലാന്റ് അവരിപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അത്രയും പിൻ പോയിൻ്റായിട്ട് ഷാർപ്പായിട്ടുള്ള നീഡിൽ എന്തോ ആണ്. അപ്പോൾ അതുണ്ടാക്കുന്ന മുറിവ് വളരെ ചെറുതായിരിക്കും പരമ്പരാഗത ട്രാൻസ്പ്ലാന്റ് രീതികളെ അപേക്ഷിച്ച്. ചെറിയ മുറിവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങും. അതുകൊണ്ട് തന്നെ വച്ചിരിക്കുന്ന ഗ്രാഫ്റ്റുകളുടെ ഫോളിക്കിളുകൾ പെട്ടെന്ന് തന്നെ ഹീലാവാനും അതിൻ്റെ ആയുസ് കൂടാനും സാധിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ അതിന് 20,000 രൂപയാണ് എക്സ്ട്രാ ചാർജ് പറഞ്ഞു. ഓക്കെ, ഇത്രയും കാലം കാത്തിരുന്ന് ചെയ്തായതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് തിരഞ്ഞെടുത്തത്. പിന്നെ അത് കൂടാതെ എനിക്ക് ഈ സൈഡിൽ കാണുന്നൊരു നമ്മുടെ കഷണ്ടിയുടെ ഒരു നോർമൽ ഒരു V ഷേപ്പ് പോലെയുള്ള ഇത് കാണാമല്ലോ. അപ്പോൾ ഇതിനെ സൈഡ് ലോക്ക് എന്നാണ് അവരുടെ ഭാഷ പറയുക. അപ്പോൾ എനിക്ക് സൈഡ് ലോക്ക് വേണമെന്നുണ്ടായിരുന്നു. കാര്യം അല്ലെങ്കിൽ മുകളിൽ മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡ് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടില്ലല്ലോ. സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി തുടങ്ങിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ആദ്യം എത്ര ഗ്രാഫ്റ്റ് പുറയിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലുള്ള മെയിൻ കഷണ്ടിയായ ഭാഗം ചെയ്തിട്ട് ബാക്കി നമുക്ക് അവിടെ മുഴുവനായിട്ടുള്ള ഡെൻസിറ്റിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളു കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു
എടുത്തറിയിക്കുമല്ലോ. നമ്മുടെ ഈ ഭാഗത്ത് ശരിക്കും അത്ര ഉള്ളുണ്ടാവില്ലല്ലോ, ഒന്ന് നേരിയതായിട്ടല്ലേ ഇരിക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഗ്രാഫ്റ്റുകൾ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് ഒരു ഹെയർ ലൈൻ ഇട്ടത്. എവിടം വരെ ചെയ്യാൻ പറ്റും, എനിക്ക് ഈ നടുക്ക് ഭാഗത്തും കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ പുള്ളിക്കാരി പറഞ്ഞത്, ഫ്രണ്ടിൽ ഇപ്പോൾ ഓൾറെഡി കഷണ്ടിയായി, അവിടെ നമുക്ക് ആദ്യമേ മാക്സിമം ഡെൻസിറ്റിയിൽ, കുഴപ്പമില്ലാത്ത ഡെൻസിറ്റിയിൽ ചെയ്യാം. ഒരു സ്കാറ്റേഡായിട്ട് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ഇപ്പോൾ ഹെയർ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് PRPയും മറ്റ് മെഡിക്കേഷൻസ് ഉപയോഗിച്ച് ഉള്ളു കൂട്ടിയെടുക്കാം. അതാദ്യം ശ്രമിക്കാം. എന്നിട്ട് എത്രത്തോളം വിജയിക്കുമെന്ന് നോക്കിയിട്ട് ഒരു 1.5 വർഷത്തിന് ശേഷം ഇപ്പോൾ ഉള്ള നിലവിലുള്ള മുടി ആ ഒരു സ്കാൽപ്പ് ഡാമേജ് ആക്കാതെ ചെറിയൊരു ഫില്ലിങ് വേണമെങ്കിൽ ഭാവിയിൽ നടത്താം എന്ന് പറഞ്ഞു. ഓക്കെ, ആലോചിച്ചപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ആദ്യത്തെ 9 മണിക്കുള്ള സെഷനിൽ നടന്നത്. അവരതിന് ശേഷം എന്നെ നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ദിവസം നമ്മൾ ധരിക്കേണ്ടത് ഷർട്ടോ അല്ലെങ്കിൽ ഒരു സിപ്പപ്പ് ഉള്ളൊരു ടീഷർട്ടോ മറ്റോ ആണ്. കാര്യം ഇതിന് ശേഷം നമ്മളിത് ധരിക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊന്നും ഇത് കൊള്ളാതിരിക്കാൻ, അതായത് ചെയ്ത ട്രാൻസ്പ്ലാന്റ് ഇളകിപ്പോയിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് സഹായകരമാവുന്ന വസ്ത്രം നമ്മൾ ധരിക്കുക. ഞാൻ ഒരു ഷർട്ടാണ് ഇട്ടിരുന്നത്. നമ്മുടെ ഷർട്ട് ഒരു ഉരി വാങ്ങി എൻ്റെ സർജറിക്ക് പോകുന്ന ടൈപ്പിലുള്ള ഒരു ഗൗൺ നമ്മൾ ധരിപ്പിക്കും. അതിനുശേഷം മുടി ട്രിം ചെയ്യും, എല്ലാ ഭാഗത്തും ട്രിം ചെയ്ത് മറ്റൊരു റൂമിൽ കയറ്റി ഹെയർ നമ്മുടെ വാഷ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ കുറച്ചധികം, പിന്നെ എല്ലാം നടക്കുന്നത് അവിടെ തന്നെയാണ്. ഇതിനെ ക്ഷമിക്കാം, 4-5 ഘട്ടമായിട്ടാണ് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് പരിപാടി നടക്കുന്നത്. ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗുളികയുടെ പേര് ഞാൻ മറന്നുപോയി, പാൻറ്റാസിഡോ ഗ്യാസിൻ്റെയോ മറ്റോ, ഗ്യാസിൻ്റെ ആണെന്ന് അറിയില്ല, ക്ഷമിക്കുക. ഒരു ഗുളിക നമുക്ക് തരും, ഞാൻ പേര് മറന്നുപോയി അതിൻ്റെ. ആ ഗുളിക കഴിക്കുക, ആ ഗുളിക കഴിക്കണം. അതിനുശേഷം നമ്മുടെ കയ്യിൽ നമ്മുടെ എന്താണ് സിറിഞ്ച്, ഗ്ലൂക്കോസ് കയറ്റില്ലേ, ആ ഒരു സാധനം ചെയ്യും. പിന്നെ അതിനകത്തേക്ക് ഒരു അസിഡിറ്റി റെഗുലേറ്റർ എന്തോ സാധനം ഇഞ്ചെക്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ കയ്യിൽ അനസ്തേഷ്യയുടെ ഒരു ടെസ്റ്റ് ഡോസ് അവരെടുക്കും. അത് വളരെ ചെറിയൊരു ഡോസിലെടുക്കുക. എന്തെങ്കിലും അലർജിക് റിയാക്ഷനോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാനാണ്. എൻ്റെ അടുത്തും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷമാണ് ഈ ട്രാൻസ്പ്ലാന്റിൻ്റെ പ്രൊസീജിയർ തുടങ്ങുക. അപ്പോൾ അതാദ്യം ചെയ്തത് 2 പേരടങ്ങുന്നൊരു ടീമാണ്. ഇതിനെ പഞ്ചിങ് എന്നാണ് പറയുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സഫയർ നീഡിൽ അവരെനിക്ക് പരിചയപ്പെടുത്തി. ഈ നീഡിൽ എന്താണ്, ഇത് വെച്ച് ഇട്ട് കഴിഞ്ഞാൽ മുറിവ് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ മുറിവായിരിക്കും, ഉണങ്ങാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ മുറിവ് ഇതിനെ നമുക്ക് കാണിച്ചു തരും, ഇതാണ് സംഭവം, ഇത് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ തല കമിഴ്ന്ന്, അത്തരത്തിലുള്ളൊരു ബെഡാണ്, നടുക്ക് മുഖം വയ്ക്കാനുള്ളൊരു ഹോള് അതിലുണ്ടാവും. തല കമിഴ്ന്ന് കിടന്ന് ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9:50 തുടങ്ങിയിട്ട് 12 മണിക്കാണ് എൻ്റെ ഗ്രാഫ്റ്റുകൾ മൊത്തം അവരെടുത്തത്. ഏതാണ്ട് 2600ഓളം ഗ്രാഫ്റ്റുകൾ അപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റി. 12 മണിക്ക് എനിക്ക് ഒരു ജ്യൂസും പിന്നെ അതിന് ശേഷം ലഞ്ചും അവർ നൽകുകയുണ്ടായി. പിന്നെ 12:20-25 ആയപ്പോൾ പിന്നെ ഞാൻ തിരിച്ചു കയറി. അപ്പോഴാണ് ട്രാൻസ്പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ പിന്നെയും നമുക്കവർ വേദനയുള്ള സ്ഥലത്ത് ചെറുതായിട്ട് അനസ്തേഷ്യ നൽകും. നമുക്കത് പറയാം, അയ്യോ അവിടെ വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ ചെറിയ ഡോസുകളിലേക്ക് കൂടുതൽ അനസ്തേഷ്യ പ്രശ്നമാകുമെന്ന് നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ചെറിയ ഒരു 10-6, 7 ലെവലിൽ കൊടുക്കാം ഇതിൻ്റെ വേദന. പക്ഷേ ഇത് ഒരു അത്രയും നീണ്ട പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ തൊടുമ്പോൾ സെൻസിറ്റീവായ ചില ഭാഗങ്ങളിൽ നമുക്ക് വേദന കൂടുതൽ തോന്നും. അപ്പോൾ ഞാൻ അവിടേക്ക് എത്തുമ്പോൾ ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ഡോസുകൾ പിന്നെയും തന്നു. ആ സമയത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് 12:30 മുതൽ 2:30-4 മണി വരെ 3.5 മണിക്കൂറോളം 4 മണി വരെ എൻ്റെ ട്രാൻസ്പ്ലാന്റ് നീണ്ടു. അപ്പോഴേക്കും നമ്മുടെ ഹെയർ ഫ്രണ്ട് പോർഷൻ അവർ ചെയ്ത് തീർത്തു. പിന്നീടാണ് അവർക്ക് പിന്നെ അടുത്ത ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്തു നമുക്കിനി സൈഡ് ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ
സൈഡ് ലോക്ക് ചെയ്യുന്നതിന് വീണ്ടും അവരെന്നെ തിരിച്ചു കിടത്തി എൻ്റെ ഗ്രാഫ്റ്റ് എടുത്തു. എൻ്റെ തലയുടെ പിൻഭാഗത്ത്, നേരത്തെ പറയാൻ വിട്ടുപോയി, തലയുടെ പിൻഭാഗത്ത് മുടി അവസാനിക്കുന്ന സ്ഥലത്ത് കുറച്ച് കുരുക്കളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ നെഞ്ചിലും കുറച്ച് കുരുക്കളൊന്ന് ഭേദമായ കുരുൻ്റെ എന്താ പറയുക, അതിനുശേഷം അത് പൊറുക്കുമല്ലോ, കുരുവൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ. അത് പൊട്ടിയത് തിണർത്ത് കിടക്കുന്ന രീതിയിലാണ് അത് പൊറുത്തത്. തലയുടെ പുറകിലും അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക കൺസെൻറ്റും അവരാദ്യമേ ഒപ്പിട്ടിരുന്നു. എന്തോ കീറ്റോസിസ് അങ്ങനെ എന്തോ പേര് ഞാൻ നോട്ട് ചെയ്തിരുന്നു, പിന്നെ പറയാം. കീറ്റോലിസ് അങ്ങനെ എന്തോ ഒരു പേരാണ് അതിന്. അപ്പോൾ അതൊരു ജനറ്റിക് കണ്ടീഷനാണ്. അതുള്ളതിൻ്റെ പേരിൽ ഒരു എക്സ്ട്രാ കൺസെൻറ്റും കൂടി ഒപ്പിട്ട് തരണം. കാര്യം തലയിൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും തണ്ടപ്പോ തടിപ്പോ പെർമനൻ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഓപ്പറേഷൻ തയ്യാറാവുന്നതെന്ന് ഞാനത് എഴുതി കൊടുത്തായിരുന്നു. കാര്യം എനിക്ക് ഇത് പണ്ടോട്ടുള്ളത് അറിയാം. നമുക്കത് അവരെ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ തലയുടെ പുറകിൽ ആ ഒരു ചെറിയൊരു ഭാഗത്ത് മുഖക്കുരു പോലുള്ള കുരുക്കളുള്ളതിൻ്റെ പേരിൽ ആ ഏരിയയിൽ നിന്ന് നമുക്ക് എടുക്കാനും പറ്റില്ല. അപ്പോൾ എൻ്റെ ഡോണർ ഏരിയ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ പിന്നെയും ഒരു സൈഡിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഒരു 600 ഗ്രാഫ്റ്റോളം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 600 ഗ്രാഫ്റ്റോളമാണ് അവരെടുത്തത്. പിന്നെ ഈ 600 ഗ്രാഫ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നൊരു ജോലിയായിരുന്നു സിംഗിളായിട്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം നാച്ചുറൽ ലുക്ക് കൊടുക്കുന്നത് സിംഗിൾ ഗ്രാഫ്റ്റുകളാണ്. നമ്മുടെ ഫ്രണ്ടിൽ ഈ പറഞ്ഞ എന്നോട് ഒരു ചെറിയൊരു 6 ആഗ് പോലെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സിംഗിൾ ഗ്രാഫ്റ്റുകളിൽ അവിടെയും നമ്മുടെ ഈ സൈഡിലേക്കും ഉള്ളു പറഞ്ഞ രീതിയിൽ സിംഗിൾ ഗ്രാഫ്റ്റ് വെച്ചും ചെയ്യാൻ അതിനാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്തത്. അതിനെനിക്ക് ഏതാണ്ട് 4 മണിക്കൂറോളം എടുത്തു. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ എനിക്കറിയില്ല ഇത് എത്ര സമയം കൊണ്ട് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന്. പക്ഷെ എനിക്ക് 4 മണിക്കൂറോളം സമയമെടുത്തു. വളരെ ടൈം എടുത്ത് പതിയെ തന്നെയാണ് അവർ ചെയ്തത്. ഇപ്പോൾ ഉള്ള റിസൾട്ട് വെച്ച് ആ ഹെയർ ലൈൻ്റെ ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു സത്യത്തിൽ. അപ്പോൾ 8 മണിക്ക് എൻ്റെ ട്രാൻസ്പ്ലാന്റ് മൊത്തത്തിൽ കഴിഞ്ഞു. പിന്നെ അതിനിടയിൽ തന്നെ അവർ നമ്മുടെ ബ്ലഡ് എടുത്തിരുന്നു. ഒരു PRP സെഷൻ ആദ്യം തന്നെ നമുക്കവർ ചെയ്തു തരും. അപ്പോൾ അതിനുശേഷം ബ്ലഡ് എടുത്തു. ഒരു 8:10 അപ്പോഴേക്കും വന്ന് എൻ്റെ ആദ്യത്തെ PRP സെഷൻ അവർ ചെയ്തു. 8:15 നമുക്ക് വീണ്ടും ഡോക്ടറായിട്ടൊരു കൺസൾട്ടേഷൻ. നമുക്ക് ഓരോ അരമണിക്കൂറിലും നമ്മുടെ സെലീൻ വാട്ടർ ഉപയോഗിച്ച് ഹെയർ ഡ്രൈ ആവാതിരിക്കാൻ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ദിവസങ്ങളിലൊന്നും നമ്മൾ തല നനയ്ക്കാനോ കുളിക്കാനോ ഒന്നും പാടില്ല. നമ്മുടെ ഹെയർ വാഷ് വരുന്നത് 10ാമത്തെ ദിവസമാണ്. അപ്പോൾ 3ാമത്തെ ദിവസമാണ് നമ്മുടെ ബാൻഡേജ് അഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ക്ലിനിക്കിൽ പോയിട്ടോ സ്വന്തമായിട്ടോ ബാൻഡേജ് അഴിക്കാം. അതിനുശേഷം അവർ നമുക്ക് കുറച്ച് ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ ഈ വാട്ടർ ഉപയോഗിച്ച് തലയുടെ പിൻഭാഗം ക്ലീൻ ആക്കിയതിന് ശേഷം ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്യുക. അതിന് ഹെയർ വാഷ് വരെയുള്ള ദിവസങ്ങളിൽ നമ്മളത് അപ്ലൈ ചെയ്യണം. അതുകൂടാതെ കുറച്ച് ടാബ്ലറ്റ് അവർ തന്നിരുന്നു. 7 ടാബ്ലറ്റോളം ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ പറഞ്ഞ വേദനയ്ക്കുള്ളതും ഗ്യാസ് അല്ലെങ്കിൽ എക്കിൾ വരെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ടാബ്ലറ്റ്, ഞങ്ങൾക്ക് കുറച്ച് ആൻറ്റിബയോട്ടിക്സ് വേറെ അതൊക്കെ തന്നിരുന്നു. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് എടുത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ 2ാം ദിവസമായിട്ടുള്ളൂ. പിന്നെ നാളെ എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അവർ നേരിട്ട് വരണം നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യം മറ്റേ സർജിക്കൽ ക്യാപ്പ് വന്നിട്ടുണ്ട്, അത് വെച്ച് വേണം നടക്കാൻ. കാര്യം തല അവിടെ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്, ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഭാഗം. അപ്പോൾ എങ്ങാനും എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് വീണ്ടും അത് ചെയ്തെടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ആ ഗ്രാഫ്റ്റിന് ഉപയോഗിക്കാൻ പറ്റില്ല, പിന്നെയും പുറത്തുനിന്ന് എടുത്ത് അവിടെ പ്ലാന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വളരെ സൂക്ഷിച്ച് ആണ് ആദ്യത്തെ ഒരാഴ്ച നമ്മൾ ഇതിനെ കെയർ ചെയ്യേണ്ടത്. പിന്നെ അടുത്ത ഘട്ടങ്ങൾ വരുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അറിയിക്കാം. നന്ദി, നമസ്കാരം.